നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റഷ്യയിലെ കെയർ ഹോം ജോബ്. അതിൽ എത്ര സാലറി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, റഷ്യയിൽ അങ്ങനെയുള്ള വർക്ക് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും, അതുപോലെ തന്നെ പ്രായമായ ആളുകളെ നോക്കുന്ന ജോലിയാണ് ഈ കെയർ ഹോം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതെങ്ങനെ റഷ്യയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ന്യൂസൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കെയർ ഹോം അസിസ്റ്റൻസിന് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടാണ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണ് ഈ കെയർ ഹോം ജോബിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ പ്ലേ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പരിജ്ഞാനം നിർബന്ധമാണ്. കെയർ വർക്കേഴ്സ് രംഗമാണ് വലിയ മാറ്റം വരാൻ പോകുന്ന ഒരു തൊഴിൽ മേഖല. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കെയർ വർക്കേഴ്സിന്റെ സേവനം ബ്രിട്ടൻ അവസാനിപ്പിക്കുകയാണ്. ഈ രംഗത്ത് പരമാവധി തദ്ദേശീയരായ ആളുകളെ നിയമിക്കാനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു. 2028 വരെയുള്ള കാലയളവിൽ UK-യിലുള്ള കെയർ വർക്കർമാർക്ക് അവരുടെ വിസ നീട്ടാൻ അപേക്ഷിക്കാം. എന്നാൽ അതിനുശേഷം പുതിയ കെയർ വർക്കർ വിസ അനുവദിക്കില്ല. വേണ്ടത്ര യോഗ്യതയില്ലാത്ത ആയിരക്കണക്കിന് കെയർ വർക്കർമാർ UK-യിൽ ഉണ്ടെന്നാണ് കണക്ക്. വിദേശത്തു നിന്നുള്ള തൊഴിലാളികളെ നിയമിക്കാൻ കമ്പനികൾ നൽകേണ്ട ഫീസ് കുത്തനെ കൂട്ടും. വിദേശികളെ നിയമിക്കുന്നത് പരമാവധി മേഖലകളിൽ നിരുത്സാഹപ്പെടുത്തും. വിദേശികൾ കുറ്റം ചെയ്താൽ വിസ റദ്ദാക്കി മടക്കി അയക്കുന്നത് വ്യാപകമാക്കും. തൊഴിൽ വിസകൾക്കുള്ള യോഗ്യത ഉയർത്തും. കുടിയേറ്റ തൊഴിലാളിയെ സ്പോൺസർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നൽകേണ്ട ഇമിഗ്രേഷൻ ചാർജ് കുത്തനെ കൂട്ടും. കുടുംബത്തോടൊപ്പം താമസിക്കാനും ആശ്രിതനോടൊത്ത് താമസിക്കാനുമായി വിസ അനുവദിക്കുന്നത് കുറയ്ക്കും. എല്ലാ വിദേശ പൗരന്മാർക്കും UK ഡിജിറ്റൽ ID അനുവദിക്കും. വിസ കാലാവധി കഴിഞ്ഞിട്ടും തങ്ങുന്ന വ്യക്തികളെ ഈ ഐഡികളിലൂടെ തിരിച്ചറിഞ്ഞ് പുറത്താക്കും. 2029 ആകുമ്പോഴേക്കും ഏകദേശം 180 തൊഴിൽ മേഖലകളിൽ വിദേശികളെ ഒഴിവാക്കാനാണ് ബ്രിട്ടന്റെ തീരുമാനം. 2029ഓടെ കുടിയേറ്റം പ്രതിവർഷം വെറും 39,000 കുറയ്ക്കാനാണ് തീരുമാനം. ഇപ്പോൾ ഒരു വർഷം 10 ലക്ഷം വിസയാണ് UK അനുവദിക്കുന്നത്. ഇതിൽ 2.5 ലക്ഷം പേർ ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുടിയേറ്റ നിയന്ത്രണം ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യക്കാരെയാകും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഒരു പകുതിയിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ കുടിയേറ്റ വിസ. അതായത് കുടിയേറി പാർത്തവരൊക്കെ ഈ കെയർ ഹോം അസിസ്റ്റൻ്റ് ആയിട്ട് ജോബ് ചെയ്യുന്ന ഒരു പ്രവണത കൂടിക്കൂടി വരികയാണ് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ റഷ്യയിലേക്ക് ഇങ്ങനെയുള്ള കെയർ ഹോം അസിസ്റ്റൻസ് ആയിട്ടുള്ള ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ അടിച്ചിറക്കി ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. അവിടെ എങ്ങനെ കെയർ ഹോം ജോബ് ചെയ്യാൻ പറ്റും, റഷ്യയെ കുറിച്ചിട്ടുള്ള അതിനുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസ് നമുക്കറിയാം ഓൾമോസ്റ്റ് ആളുകളും അവിടെ സംസാരിക്കുന്നത് അവരൊരു കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞതുകൊണ്ട് അവർക്ക് ഈ കെയർ ഹോം ജോബുകളൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇന്ന് ഇവിടെ ഇതൊരു രണ്ട് മൂന്ന് ദിവസം, ഒരു 1 വീക്കിനകത്തുള്ള ഒരു 2-3-4 ദിവസം ഉള്ള ഒരു ന്യൂസാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ അത് എത്ര ദിവസം മുമ്പില്ലെന്ന് ഞാൻ നോക്കിയിട്ടില്ല കറക്റ്റായിട്ട്. അപ്പോൾ ആ ന്യൂസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം വളരെയധികം അവർ നോക്കും. അതായത് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെയാണ്, ഇംഗ്ലീഷിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെയാണ്, നമ്മുടെ ഒരു ലോക്കൽ ലാംഗ്വേജ് പറയുന്ന പോലെ ഒരു ലോക്കലായിട്ടുള്ള ഇംഗ്ലീഷല്ല അവർ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഫ്ലുവൻസിയോട് കൂടി സംസാരിക്കാനുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം വളരെ നിർബന്ധമാക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഉള്ള, അതായത് കെയർ ഹോം ജോബ് ചെയ്യുന്ന ആളുടെ വിസ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പുതുതായിട്ടുള്ള കെയർ ഹോം ജോലിക്ക് വരുന്ന ആളുകളെ ഇനി UK ഗവൺമെൻറ് എടുക്കത്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തദ്ദേശരായിട്ടുള്ള ആളുകളെ ആ ജോലിക്ക് നിയമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കെയർ ഹോം അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ റഷ്യ എന്ന രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റഷ്യയിൽ ഇങ്ങനെ കെയർ ഹോം അസിസ്റ്റൻ്റ് ആയിട്ട് പുറമേ നിന്നുള്ള രാജ്യക്കാരെ പൊതുവെ എടുക്കാറില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരവസ്ഥ. കാരണം ഈവൻ റഷ്യൻ ലാംഗ്വേജും പോലും അറിയാതെ
നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അമേരിക്ക, യൂറോപ്പ് അങ്ങനത്തെയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ കെയർ ഹോം ജോബുകളിൽ എടുക്കും. കാരണം വെച്ചാൽ അവർക്ക് നമുക്ക് ഇംഗ്ലീഷ് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷെ റഷ്യൻ ലാംഗ്വേജ് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും പൊതുവെ പഠിപ്പിക്കുന്നില്ല. നമ്മളൊന്നും അറിയാത്ത ഒരു രാജ്യത്ത് നിന്ന് കയറി വരുന്നതാണ്. ഈ റഷ്യൻ ലാംഗ്വേജ് ഒന്നും അറിയാത്ത ഒരു രാജ്യത്ത് നിന്ന് കയറി വരുന്നതാണ്. അപ്പം എസ്പെഷ്യലി ഇവിടെ ഒരിക്കലും അങ്ങനെ കെയർ ഹോം ജോബിന് ആളുകളെ എടുക്കത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അവരുടെ ശമ്പളം, ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോ അവരുടെ ശമ്പളം എത്രയാണെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഒന്നും ഇവിടെ കിട്ടത്തില്ല. കാരണം കെയർ ഹോം ജോബുകളിലേക്ക് ആളുകളെ എടുക്കത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഈ ഒരു ജോബ് ഇവിടെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക്, തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് റഷ്യൻ ഗവൺമെൻറ്റാണ് നമുക്ക് കെയർ ഹോമിലൊക്കെ ആൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇവിടെ നിന്നുള്ള റഷ്യൻ സിറ്റിസൺ തന്നെ നമുക്ക് അവർ സൈറ്റുകളൊക്കെ ഉണ്ട്. സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് നമുക്ക് കിട്ടും. അവിത എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റുകളൊക്കെ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കെയർ ഹോം അസിസ്റ്റൻ്റ് നമുക്ക് കിട്ടും. പക്ഷെ അതിന് സാലറി വളരെ ചെറിയ സാലറിയാണ്. 40,000 രൂപയ്ക്കോ INR ആ രീതിയിലൊക്കെയാണ് നമുക്ക് സാലറി കൊടുക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇവിടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ റഷ്യൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഈ കെയർ ഹോം അസിസ്റ്റൻസിന് വളരെ കൂടുതലും ഈ സ്ത്രീകളെയാണ് ഈ കെയർ ഹോം ജോബുകളിൽ റഷ്യൻ ഗവൺമെൻറ്, റഷ്യക്കാർ ഇവിടെ വെക്കുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാർ വളരെ പൊതുവെ കുറവായിരിക്കും ഇങ്ങനെയുള്ള കെയർ ഹോം ജോബുകളിൽ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വ്യാജമായ പരസ്യങ്ങൾ നിങ്ങൾ കണ്ട് ഇതിൽ തട്ടിപ്പിൽ ട്രാപ്പിൽ പോയി വീഴാതിരിക്കുക. അങ്ങനെ കെയർ ഹോം ജോബുകളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പല തരത്തിലുള്ള ജോബ് വേക്കൻസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ എൻ്റെ അറിവിൽ എനിക്കറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിടുന്നത്. ഞാൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് റഷ്യയിലുള്ളതാണ്. ഇവിടെ ഒരു ഇന്ത്യക്കാരനോ ഒരു മലയാളിയോ ആരും ഇവിടെ ഒരു കെയർ ഹോം ജോബ് ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിൽ ഇതുവരായിട്ടില്ല. കാരണം റഷ്യൻ ലാംഗ്വേജ് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ജോലി, കാരണം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഒരു പ്രായമായ ഒരാളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ അവരായിട്ട് നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അപ്പോൾ അവിടെ തന്നെ നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങളൊരു മലയാളികളായത് പറ്റിക്കപ്പെടേണ്ടെന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഇവിടെ ഒരു കെയർ ഹോം ജോബ് കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം നിങ്ങൾ എടുത്തു ചാടി ഒരു പരസ്യം കാണുമ്പോൾ തന്നെ എടുത്തു ചാടി ഇത് കയറി ഒരു പൈസയൊന്നും കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷേ ഈവൻ എന്നെക്കുറിച്ച് പോലും നമ്മൾ കാര്യങ്ങൾ പറയുന്നത് പോലും ഓപ്പണായിട്ട് പറയുന്നത് കാരണം എന്നെക്കുറിച്ച് പോലും പല ആളുകളും അപവാദങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ ലാംഗ്വേജ് ഇല്ലാത്തിടത്തോളം കാലം നിങ്ങൾ എങ്ങനെയാണ്, അത് നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മതി, എങ്ങനെയാണ് ഒരാൾക്ക് ഇവിടെ ഒരു കെയർ ഹോം അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങളിൽ നിങ്ങൾ പോയി പെടാതിരിക്കുക. വ്യാജമായിട്ടുള്ള ന്യൂസുകൾ ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട്, വ്യാജമായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.